അരൂരിലെ വ്യക്തികളും വിശേഷങ്ങളും എന്ന പരിപാടിയിൽ ഇത്തവണ പരിചയപ്പെടുത്തുന്നത് 46 വർഷം നീളുന്ന ഫോട്ടോഗ്രാഫി എന്ന കലാസപര്യയുമായി ഇന്നും സജീവമായ 66-കാരനായ AK സന്തോഷ് ബാബുവിനെയാണ്. അരൂരിൽ കുമാർ സ്റ്റുഡിയോ എന്ന പേരിൽ ആദ്യമായി ഒരു ഫോട്ടോ സ്റ്റുഡിയോ ആരംഭിച്ചത് സന്തോഷ് ബാബുവാണ്. അരൂർ അശകന്തറവേളി കുമാരന്റെ പുത്രനായ സന്തോഷ് ബാബു പിതാവിനോടുള്ള ബഹുമാനാർത്ഥമാണ് 35 വർഷത്തിനു മുന്നേ അരൂരിൽ ബൈപ്പാസ് കവലയുടെ തെക്ക് ഭാഗത്ത് ദേശീയപാതയുടെ കിഴക്ക് ദിശയിൽ കുമാർ സ്റ്റുഡിയോ എന്ന പേരിൽ സ്ഥാപനം ആരംഭിച്ചത്. കെട്ടിടം ജീർണാവസ്ഥയിലായതിനാൽ സ്റ്റുഡിയോ കാലാന്തരത്തിൽ മാറ്റപ്പെട്ടെങ്കിലും ഈ ഭാഗത്തുകൂടെ കടന്നുപോകുന്ന ഗ്രാമീണ റോഡ് അറിയപ്പെടുന്നത് കുമാർ സ്റ്റുഡിയോ റോഡ് എന്ന പേരിലാണ്. അരൂർ സെന്റ് ഓസ്റ്റൻസ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ സയൻസ് ക്ലബിന്റെ സാരഥിയായ ജോസഫ് മാഷിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവും പ്രചോദനവുമാണ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഈ കലയെ ഉപജീവനമായി സ്വീകരിക്കാനും സന്തോഷ് ബാബുവിനെ പ്രേരിപ്പിച്ചത്. തേവര സ്കൂൾ ഓഫ് ഫോട്ടോഗ്രാഫിയിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ സന്തോഷ് ബാബുവിന്റെ ക്യാമറയിൽ നാളിതുവരെ അരൂരിലെയും പരിസര പ്രദേശത്തുമുള്ള വിവാഹവും മരണവും ജനനവും വാർത്താ പ്രാധാന്യമുള്ള സംഭവങ്ങളും ചടങ്ങുകളും അടക്കമുള്ളവയുടെ ഒട്ടനവധി ജീവസുറ്റ ചിത്രങ്ങൾ പകർത്തപ്പെട്ടു കഴിഞ്ഞു. എങ്കിലും നാളിതുവരെ ഒരു വീട് സ്വന്തമാക്കാൻ കഴിയാത്തതിന്റെ വിഷമത അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമാണ്. അത് ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു സയൻസ് ക്ലബ് ഉണ്ടായിരുന്നു. സയൻസ് ക്ലബ്ബിൽ സയൻസിൻ്റെ അധ്യാപകനായിരുന്ന ജോസഫ് സാറ്, അദ്ദേഹം 5 കുട്ടികളെ ചേർത്തുകൊണ്ട് ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കി അവർക്കൊരു സബ്ജക്റ്റ് കൊടുത്ത് പഠിപ്പിക്കുകയും അതിലൊന്നായിരുന്നു ഫോട്ടോഗ്രാഫി. അപ്പം ഞാൻ അതിൽ ആകർഷണനാകി അതിൽ ചേർന്ന് പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറ ഉപയോഗിച്ച് ഞങ്ങൾ ഫോട്ടോ എടുക്കുകയും അങ്ങനെ ആ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും പലരും പല രീതിയിലായി മാറിപ്പോയി. പക്ഷേ എനിക്കതിനോടുള്ള ഭയങ്കരമായ ഒരു ആഗ്രഹമായിരുന്നു ഫോട്ടോഗ്രാഫി. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 73-74 കാലഘട്ടത്തിലായിരുന്നു SLC. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് തേവരയിൽ സ്കൂൾ ഓഫ് ഫോട്ടോഗ്രാഫി എന്നൊരു സ്ഥാപനമുണ്ട്, ഫോട്ടോ സർവീസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് സ്കൂൾ. അപ്പോൾ അവിടെ ചേർന്ന് ഇതിൻ്റെ ബാക്കിയെല്ലാ ഭാഗങ്ങളെല്ലാം പഠിക്കും. കുറച്ച് ഭാഗങ്ങൾ അറിയാമായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കാൻ അവിടെ കൊണ്ട് സാധിച്ചു. 1 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് എറണാകുളത്ത് തന്നെയുള്ള എൻസൈൻ സ്റ്റുഡിയോയിൽ ജോലി കയറി. അവിടെ നിന്ന് ഒരു 5 ദിവസം അവിടെ ജോലി ചെയ്തതിന് ശേഷമാണ് ഞാൻ അരൂർ 78 അരൂർ എൻ്റെ തറവാട് വീട് പുത്തനങ്ങാടിയിലാണ്. ആ വീട്ടിൽ തന്നെ ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് സൗകര്യപ്രദമായൊരു കെട്ടിടം കിട്ടിയ സമയത്താണ് നിലവിൽ ഉണ്ടായിരുന്ന കുമാർ സ്റ്റുഡിയോ എന്ന സ്ഥാപനം അരൂരിൽ ബോർഡ് വെച്ച് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ അതന്ന് സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തത് ഇന്നത്തെ ബിഷപ്പ് ജോസഫ് കരിയിലായിരുന്നു. ഡിജിറ്റലൈസേഷൻ അടക്കമുള്ള ഫോട്ടോഗ്രാഫി സാങ്കേതിക വിദ്യയുടെ വികാസം തൊഴിലിനെയും വരുമാനത്തെയും ബാധിച്ചു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. 10 വർഷം മുമ്പ് പുതുക്കി പണിതുകൊണ്ടിരുന്ന അരൂർ സെന്റ് ഓസ്റ്റൻസ് പള്ളി മിന്നലേറ്റ് തകർന്ന് 2 അതിഥി തൊഴിലാളികൾ മരണമടയുകയും നിരവധി പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്ത സംഭവത്തിന്റെ ചിത്രങ്ങൾ പകർത്തി പുറം ലോകത്തെ അറിയിച്ചത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇന്നും മിഴിവോടെ നിലനിൽക്കുന്നു. ഫോട്ടോഗ്രാഫി ജീവിതത്തിൽ മറക്കാനാകാത്ത സംഭവം എന്ന് പറഞ്ഞാൽ അരൂർ പള്ളി പണിതുകൊണ്ടിരിക്കുമ്പോൾ തകർന്നു വീഴുമ്പോൾ ഒരു വൈകിട്ട് ഒരു 5:30 മണിയോടുകൂടിയാണ് അതിൻ്റെ ഒരു ഭാഗം തകർന്നു താഴെ വീഴുന്നത്. അന്ന് നമ്മളറിയുകയും ഞാൻ ക്യാമറയായിട്ട് അവിടെ ഓടിച്ചില്ലുകയും ആ ഫോട്ടോഗ്രാഫി അതെടുത്തതെന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്ന് മായാത്ത പല രംഗങ്ങളായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അതിൽ 2-3 പേര് മരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആദ്യം അത് എടുത്ത് ഞാൻ പിറ്റേ ദിവസം രാവിലെ ആണ് അവിടെ നിന്ന് ആ പള്ളിമുറ്റത്ത് നിന്ന് പോരുന്നത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പടമെടുക്കുകയും മറ്റൊരാളുണ്ടായിരുന്നില്ല അവിടെ ഫോട്ടോ എടുക്കാനായിട്ട്. ഞാൻ കൊടുത്ത പടങ്ങളാണ് മറ്റു പത്രങ്ങളിലൊക്കെ വരികയും ചെയ്തത്. അപ്പോൾ ഞാൻ കേരളവതിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പടം എടുക്കുകയും പിറ്റേ ദിവസം രാവിലെ വരെ നമ്മൾ നിന്നിട്ടാണ് അവിടെ നിന്ന് ആ പള്ളിപ്പറമ്പിൽ നിന്ന് കിട്ടുന്നത്. കാരണം അത്രയ്ക്ക് ഹൃദയഭേദകമായിരുന്നു ഓരോ രംഗങ്ങളും. ഓരോ ആൾക്കാരെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നതും അതൊക്കെ ഞാനിവിടെ ഇതായിട്ട് ചിത്രീകരിച്ചു. എനിക്ക് വലിയൊരു സ്റ്റോറി ആയിരുന്നു ഞാനന്ന് കേരളത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ചെയ്തത്. ഇപ്പോൾ കേരള സംസ്ഥാന പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ ഫോട്ടോഗ്രാഫർ തസ്തികയിൽ കരാർ ജീവനക്കാരനായി കഴിയുകയാണ് സന്തോഷ് ബാബു. ഇടയ്ക്ക് വിവിധ പത്രങ്ങളുടെ അരൂർ ഏരിയ വാർത്താലേഖകനായും ജോലി നോക്കിയിട്ടുണ്ട്. ഫോട്ടോ എന്നാൽ അരൂർ സ്വദേശികൾക്ക് ആദ്യം മനസ്സിൽ വരുന്നത് കുമാർ സ്റ്റുഡിയോയെയും സന്തോഷ് ബാബുവിനെയും ആണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഭാര്യ രേഖയും 2 ആൺകുട്ടികളും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം. സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, അരൂർ.